ഞാൻ എൻ്റെ ഒരു സിനിമ അങ്ങനെ തിയേറ്ററുകളിൽ പോയിട്ട് മറ്റേ പബ്ലിക്കിന്റെ കൂടെ ഇരുന്ന് കാണാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഈ നമുക്ക് വേണ്ടി മാത്രം ഒരു പ്രിവ്യൂ ഷോ ഒക്കെ വെക്കുമ്പോൾ പോയി കാണാമെന്നല്ലാതെ വേറൊരു അപ്പം എനിക്കിങ്ങനെ ഈ നെഞ്ച് ഭയങ്കര പാൽപിറ്റേഷൻ കൂടും. ഈ സീനിൽ നമ്മളിങ്ങനെ കൂവോ അല്ലെങ്കിൽ ആളുകൾ കളിയാക്കുവോ അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴും നിൽക്കും. പോയിട്ടില്ലല്ലോ, അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല, പോയിട്ടില്ല. ആ സമയത്ത് മറ്റു സിനിമകൾക്കെല്ലാം പോകും. ഞാൻ അഭിനയിക്കാത്ത സിനിമകൾക്ക് ഞാൻ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണും. ഞാൻ അഭിനയിച്ച സിനിമകൾ കാണാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. അത് തിയേറ്ററിൽ കാണൽ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ കൂടെ എവിടെയെങ്കിലും ടി വിയിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ എൻ്റെ ഒരു സിനിമ ഞാൻ അപ്പം എടുത്ത് മാറ്റി എനിക്കത് വലിയൊരു ചമ്മലുള്ള കാര്യമാണ്. പഴയ സിനിമയാണ് ഇപ്പൊ വീട്ടിൽ നമ്മളിരുന്ന് കണ്ടിരിക്കുമ്പോൾ സിനിമ എന്റെ സിനിമ ഞാൻ ഇപ്പൊ എടുത്ത് അങ്ങ് മാറ്റുന്നത്. ശരി, എന്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാനും അതെ, ആരെങ്കിലും എവിടെയെങ്കിലും എന്റെ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ അവിടെ നിന്ന് ഞാൻ അപ്പൊ സ്ഥലം കളിയാക്കും. അതുപോലെ ഇപ്പൊ ഈ ഇന്റർവ്യൂ അല്ലേ, ഞാൻ എപ്പോഴെങ്കിലും ഇത് മൊബൈലിൽ ഇരുന്ന് കാണുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമേ ഇരുന്ന് കാണുള്ളൂ. വേറൊരാളുടെ മുമ്പിൽ ഇരുന്ന് എനിക്കിത് കാണാൻ പറ്റില്ല. അതിനുള്ള പക്ഷെ എല്ലാരും ഒറ്റയ്ക്കിരുന്ന് ഇന്റർവ്യൂ കാണണേ, എനിക്ക് അതിനുള്ള ചങ്കുറപ്പ് വന്നിട്ടില്ല ഇപ്പോഴും. ഒന്ന് പ്രധാനം നമ്മളുടെ മൈനസ് ആയിരിക്കും ആദ്യം കാണുക. ഏത് സിനിമയിൽ അഭിനയിച്ചാലും ഇപ്പോൾ മഹാവീരറിൽ അഭിനയിക്കുമ്പോൾ അതിനു മുമ്പ് എത്രയോ സിനിമകളിൽ 400ഓളം സിനിമകളിൽ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് മഹാവീരറിൽ അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ നമ്മളുടേതായ ചില കണ്ടെത്തലുകളും ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ അഭിനയം ഇനിയും നന്നാക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അല്ല, മഹാവീരർ അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ കണ്ടല്ലോ? ഇല്ല, അത് കഴിഞ്ഞ് നമ്മളിത് അഭിനയിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അത് ശരി, ഇത് കഴിഞ്ഞ് ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഞാൻ എന്നെ കാണുന്നത്. ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ അത് ഒരുപാട് സിനിമകളുടെ ഡബിങ്ങിന് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അത് വേറൊന്നും ഡബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോന്നല്ല, കണ്ടു കഴിയുമ്പോൾ ചില സാധനങ്ങൾ അയ്യോ നന്നായിട്ടില്ല, അത് അവിടെയൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ തോന്നി വരുമ്പോൾ അപ്പോൾ ഡബ് ചെയ്യുമ്പോഴേ ഇത്രയും കുഴപ്പം തോന്നുന്നു പിന്നെ ഒരിക്കലും തിയേറ്ററിൽ പോയിരുന്ന് കാണാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. ഞാൻ ഇനി കുറച്ച് പുറകോട്ട് കൊണ്ടുപോട്ടെ. അതായത് ഞങ്ങള് ഈ ഒരു ഷോ ഞാൻ ചെയ്തത്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതിന് മുന്നേ പ്രൊമോഷൻ കൊടുത്തേക്കാം. അതായത് 30 years ഓഫ് ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 30 വർഷം ഹരിഹർ നഗർ നമ്മുടെ എറണാകുളത്ത് ചുറ്റുപാടൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണല്ലോ. അപ്പൊ അവിടെയൊക്കെ പോയി ആ സ്ഥലം ഇന്നത്, നിങ്ങൾ ഇരുന്ന സ്ഥലം എവിടെയാണ്, നടന്ന സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ ആ വീട് ഫിലോമിന അമ്മ ഇങ്ങനെ വന്ന് വെട്ടാൻ വരുന്ന വീട്, ആ വീട്ടിലെ ആ കൈവരിയില് ഇപ്പോഴും ആ വെട്ട് കിടക്കുന്നു. അത് കണ്ടപ്പോ ഇത് അത് തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് കഴിഞ്ഞ് സിദ്ദിഖ് സാറിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ, സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ സാറ് പറഞ്ഞു ആ വെട്ട് അവിടെ നിങ്ങൾ കണ്ടു, അത് സിനിമയില് സിദ്ദിഖിനെ നന്നായിട്ട് വെട്ടാൻ പോയതാണെന്ന് പറഞ്ഞു. സത്യമായിട്ട് വെട്ട് കിട്ടുമെന്നുള്ള ഒരു പേടി വന്നായിരുന്നു ആ സിനിമ സമയത്ത്? ഇപ്പോഴും വെട്ടുണ്ട് അല്ലേ, അതൊക്കെ വലിയ മൊമെന്റോകളാണ് അല്ലേ. സത്യമായിട്ടും